ഒന്നിനെക്കുറിച്ചും ഒരുപാടൊന്നും വേവലാതിപ്പെടുകയോ ചിന്തിക്കുകയോ വേണ്ട. അത് നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും നഷ്ടപ്പെടുത്തും. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ, പക്ഷെ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. പരിഹാസങ്ങളും പുച്ഛങ്ങളും നേരിടേണ്ടി വന്നിട്ട് ജീവിതത്തിൽ വിജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ചെറുത്തു നിൽക്കാൻ പറ്റും. മോശമായ സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഉള്ളിലെ ശക്തനായ മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നത്. വെള്ളപ്പൊക്കം വരുമ്പോൾ മത്സ്യം ഉറുമ്പുകളെ തിന്നുന്നു. എന്നാൽ വെള്ളം വറ്റുമ്പോൾ ഉറുമ്പുകൾ മത്സ്യത്തെ ഭക്ഷിക്കുന്നു. ജീവിതം എല്ലാവർക്കും അവസരം നൽകുന്നു. അവരവരുടെ ഊഴത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ സ്വയം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. ദേഷ്യപ്പെടാതെ കോപിച്ചവനെ കീഴടക്കുക. ദുഷ്ടനെ നന്മയാൽ കീഴടക്കുക. പിശുക്കനെ ഔദാര്യം കൊണ്ടും കള്ളം പറയുന്നവനെ സത്യം പറഞ്ഞും ജയിക്കുക. സംശയം എന്നത് ഭയാനകമാണ്. സംശയം ആളുകളെ വേർതിരിക്കുന്നു. സൗഹൃദങ്ങളെ ശിഥിലമാക്കുകയും സുഖകരമായ ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യുന്ന വിഷമാണിത്. ഇത് പ്രകോപിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മുള്ളാണ്. ചില ചതികൾ നമ്മൾ വിഷമിക്കുന്നത് ചതിക്കപ്പെട്ടതുകൊണ്ടല്ല, നാം ഒരുപാട് സ്നേഹിച്ചവർ ആണല്ലോ നമ്മെ ചതിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ്. ആരോടും സ്നേഹം അഭിനയിക്കരുത്. അത് തകർക്കുന്നത് മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരിക്കും. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ സാധിക്കും. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാകണം. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുക തന്നെ വേണം. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. പട്ടിണി കിടന്ന് മരിച്ചവൻ്റെ മുന്നിൽ ഭക്ഷണപ്പൊതി കൊടുത്തതുപോലെയാണ് ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന എന്തും. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും. പലപ്പോഴും ഒരു അർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിന് ആരുമില്ലെന്ന് വിശ്വസിപ്പിക്കണം സ്വന്തം മനസ്സിനെ. ഒരുപക്ഷെ അതുതന്നെയാണ് യാഥാർത്ഥ്യം. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണ് എന്ന് പ്രസക്തമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധം ഇല്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. പെരുമാറ്റം എല്ലായ്പ്പോഴും അറിവിനേക്കാൾ വലുതാണ്. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പക്ഷേ പെരുമാറ്റത്തിന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയും. എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നും ഒന്നിൻ്റെ പേരിലും വഞ്ചിക്കില്ല എന്നുമുള്ള വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തകർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയാണ്. രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത്. പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്നു കരുതേണ്ട. ക്ഷമയോളം വലിയൊരു വിശ്വാസവും മൗനത്തോളം വലിയൊരു ആയുധവുമില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാവുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. കുടുംബത്തിനു വേണ്ടി ജീവിക്കണം. എന്നാൽ കുടുംബത്തിനു വേണ്ടി മാത്രമായി ജീവിക്കരുത്. നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങളായി വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. നാം തളരുമ്പോൾ തന്നെ ചേർത്തു പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ളവർ. ബാക്കി എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മെ കാണുന്നത്. ഒന്ന് വീണു പോയാൽ എഴുന്നേൽപ്പിക്കാൻ
നിങ്ങൾ കൂട്ടിവെച്ച സമ്പത്തിനാകില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. ഓർക്കുക, സമ്പത്തിനേക്കാൾ മൂല്യം എന്നും മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്. തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. അറിയേണ്ടത് കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ടാകണം. പരസ്പരം മനസ്സിലാക്കിയ ബന്ധങ്ങൾ എന്നും തിളക്കത്തോടെ നിലനിൽക്കും. വാക്കുകൾ കൊണ്ട് ഒരാളെ തകർക്കുമ്പോൾ ഓർക്കുക, ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ്. പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിൽ എത്തുക തന്നെ ചെയ്യും. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന വിശ്വാസം മാത്രമാണ്. തനിക്ക് വേദനിക്കുന്നത് പോലെ എല്ലാവർക്കും വേദനിക്കും എന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടായാൽ ആരെയും സങ്കടപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒരാൾക്കും തോന്നുകയില്ല. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിൽ എത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് തുറന്നു പറയുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് മാന്യമായി സഹകരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു മണ്ടനാണ് എന്നല്ല. പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടെന്നാണ്.